ഒരു നല്ലൊരു ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ ഒരു അനുഭവത്തിലാണ് നാം എല്ലാവരും. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോയപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനെ തെല്ലൊന്ന് വേദനിപ്പിച്ച ഒരു സംഭവം, അത് നിറവയറുമായി പരിശുദ്ധ അമ്മ പോകുമ്പോൾ ഈശോയ്ക്ക് ജനിക്കാനായിട്ട്, മാതാവിന് പ്രസവിക്കാനായിട്ട് ഒരു ഇടം തേടി ഔസപിതാവും മാതാവും കൂടി പല സത്രങ്ങളിൽ മുട്ടുന്ന ഒരു കാഴ്ച. പലപ്പോഴും ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണീശോയുടെ പിറവിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. അത് നമ്മൾ പലപ്പോഴും സ്കിറ്റായിട്ടും നാടകങ്ങളൊക്കെ ആയിട്ടും എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണാറുണ്ട്. ആ ഒരു സംഭവം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. കാരണം ദൈവപുത്രനായ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ഒന്ന് ജനിക്കാൻ ഒരു ഇടമില്ലാതിരുന്ന ഒരവസ്ഥ, ഒരു ഇടമില്ലാതെ അവസാനം പുൽക്കൂട്ടിൽ പോയി ജനിക്കുന്ന ഒരവസ്ഥ, പിന്നീട് പുൽക്കൂട് ഒരു സ്വർഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുൽക്കൂട് കാണുമ്പോൾ ആനന്ദം വരുന്നു, പുൽക്കൂട് കാണുമ്പോൾ സന്തോഷം വരുന്നു. നമ്മൾ എല്ലാവരും ക്രിസ്മസിൻ്റെ ആഹ്ലാദിക്കുന്ന ഒരു തരമായി ഒരു ഇടമായി പുൽക്കൂട് മാറുകയാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 4000-ലധികം മാനസിക രോഗികൾക്കും ആരോരുമില്ലാതെ വഴിയരികിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവർക്കും അഭയമേകിയ ഒരു കുടുംബം, ഒരു വീട്. ആ വീട്ടിലെയും ആ കുടുംബത്തെയും, ആ കുടുംബനാഥനായ പൗലോസ് ബ്രദറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമുക്ക് കാണാം. ബ്രദർ കേരളത്തിൽ നിന്നാണ് അല്ലേ? അങ്കമാലി മഞ്ഞപ്പുറയിൽ നിന്നാണ്. അതിനുശേഷം പിന്നെ ഇവിടെ എങ്ങനെയായിരുന്നു ഈ കർണാടകയിലേക്ക് വന്നതും അതിനുശേഷമുള്ള ജീവിതം? എൻ്റെ പേര് പൗലോസ് എന്നാണ്. എൻ്റെ അപ്പൻ്റെ പേര് ചെറിയാൻ, അമ്മയുടെ പേര് ഏലിയമ്മ. ഞങ്ങൾ 3 മക്കളായിരുന്നു. എൻ്റെ മൂത്തൊരു ചേച്ചി, ഇളയതൊരു പെങ്ങൾ, നടുക്കത്തിനാണ്. ഞാൻ ജനിച്ചത് മഞ്ഞപ്പുറയാണ്. ഞങ്ങൾ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഞാൻ കർണാടകയിൽ വരുമ്പോഴുള്ളത്. അപ്പൻ്റെ അമ്മയുടെയും കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അപ്പം മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി. അതിനുശേഷം അതിന് മുമ്പ് എനിക്ക് കുറച്ച് കച്ചവടം ഉണ്ടായിരുന്നു, കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, കുറച്ച് സ്ഥലമൊക്കെ അതോടുകൂടി ഉണ്ടാക്കിയായിരുന്നു. ഒരു 21 ഏക്കർ സ്ഥലവും കാര്യവും ചെറിയൊരു പെരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞ സമയത്ത് കച്ചവടത്തിൽ ഒരുപാട് നഷ്ടം വന്നു ഒരു പ്രാവശ്യം. അതായത് 1998 അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് അന്വേഷിച്ചാണ് ഞാൻ കേരളത്തിൽ നമ്മുടെ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്ന് മാർക്കറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് സ്റ്റഡിയില്ല. ഞാൻ എടുത്തു വെച്ച സാധനം കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു 25 ലക്ഷം രൂപ നഷ്ടത്തിലുണ്ട്. അപ്പോൾ ഈ നഷ്ടം തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. അങ്ങനെയാണ് കൊച്ചിയിൽ വന്നത്. അങ്ങനെ ഈ സമയത്താണ് കൊച്ചിയിൽ വന്ന് ചെങ്ങന്മാരുടെ സ്റ്റഡിയിൽ തിരിച്ച് അവിടുന്ന് ടിക്കറ്റ് എടുത്തു മംഗലാരത്തിന് പറഞ്ഞ്. ആ കൂട്ടത്തിൽ വേറൊരു കടയിൽ പോയിട്ട് കുറച്ച് പോയിസണും മേടിച്ചു. മംഗലാരം വന്നിട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് തന്നെ തീരുമാനമെടുത്തു. ആ സമയത്ത് വിവാഹിതനായിരുന്നു? അത് വിവാഹം. എനിക്ക് 4 മക്കളുണ്ട്. ആ സമയത്ത് ഭാര്യയുണ്ട്, 4 മക്കളും ഉണ്ടായിരുന്നു. മൂത്ത മോൾ MSc പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മകൻ 2nd PU, പിന്നെ ഒരു മോൾ 10ാം ക്ലാസ്, ഒരു മോൾ 8ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മുടെ ഡിവൈൻ്റെ വാതൊക്കെ വരുമ്പോൾ വന്നപ്പോൾ തോന്നി അവിടെ നിന്ന് ഇറങ്ങിയേക്കാമെന്ന്. ആക്ച്വലി ടിക്കറ്റ് എടുത്ത് മംഗലാരത്തിനായിരുന്നു. ഞാൻ ഇങ്ങോട്ടാണ്. അതിന് മുമ്പ് അറിയാമായിരുന്നു, പോയിട്ടില്ല. ഡിവൈനെ പറ്റി കേട്ടിട്ടുണ്ട്. അയക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു. നാമതേ ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിൽ പോവും, ഞായറാഴ്ച ക്രിസ്ത്യാനി എന്നും പറയാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഭാര്യയുടെ മക്കളോടും പറഞ്ഞിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ ഈ കച്ചവടത്തിൻ്റെ നഷ്ടം കാരണം ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് 16 ദിവസമായി. 16ാമത്തെ ദിവസമാണ് തിരിച്ച് അവിടെ വരുന്നത്. അപ്പോൾ അത് സമയം വരെ ആർക്കൊരു ഫോൺ ചെയ്യുകയോ യാതൊരു മെസ്സേജും കൊടുത്തില്ല. കാരണം അത്ര മാനസികമായിട്ട് തന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സമയത്താണ് ഇങ്ങനെ ഡിവൈൻ്റെ വാതൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തോന്നി അവിടെ ഇറങ്ങിയേക്കാൻ തോന്നി. അങ്ങനെ ഡിവൈനിൽ ധ്യാനം കൂടി. അപ്പോൾ ധ്യാനം കൂടാൻ കയറി അന്ന് തന്നെ ഞാൻ കോൾ ചെയ്തു. ഇങ്ങോട്ട് കണക്റ്റ് ആയിരുന്നില്ല. 4 ദിവസവും കോൾ ചെയ്തു, 4 ദിവസവും കണക്റ്റ് ആയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ
അന്നൊരു 75,000 രൂപ ഉണ്ട്. പക്ഷേ ഈ 75,000 25 ലക്ഷം കൊടുക്കാനുള്ള കൊടുത്ത് എവിടെ എത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനന്ന് 70 രൂപ മറ്റേ അന്ന് ഡിവൈൻ്റെ ഫീസായിരുന്നു തോന്നുന്നു ഒരു ധ്യാനം ഒരാഴ്ചയ്ക്ക്. അപ്പോൾ ആ ആഴ്ച അവിടെ കെട്ടി ബാക്കിയുള്ള കാശ് അവിടെ കൗണ്ടറിൽ തന്നെ കൊടുത്തു. അത് ഞാൻ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഈ കാശ് എനിക്ക് തിരിച്ചു തന്നു. അവർ ടോക്കൺ എഴുതി തരുകയും ചെയ്തു. അവനേതും പോക്കറ്റ് വെച്ച് ധ്യാനം കൂടി ഈ 4 ദിവസം കോൾ ചെയ്തിട്ട് 4 ദിവസം കോൾ കണക്റ്റായില്ല. 5-ാമത്തെ വെച്ച് കോൾ ചെയ്തപ്പോൾ കണക്റ്റായി. അമ്മയാണ് ശരിക്ക് ഇതായത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു എന്തുണ്ട് വിശേഷമെന്ന് പറഞ്ഞു. കടക്കാരെല്ലാവരും വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും പറയുന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. എന്നാ വെച്ചാൽ ആൾക്ക് കച്ചവടത്തിൽ നഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എടുക്കുമ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് തീരെ ഡൗൺ ആയി. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്തുണ്ടോ അതനുസരിച്ച് ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ തരാതിരിക്കാൻ വേണ്ടി അയാൾ ചെയ്തതല്ല. പക്ഷേ അയാൾ പ്രശ്നം കൊണ്ട് വിഷമത്തിൽ പോയിരിക്കുന്നതാണ്. ഫേസ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് പേരിലാണ്. അതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് എന്തുണ്ടോ ആ മാർക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി. ഇപ്പോൾ സാധനമൊന്നും വിറ്റിട്ടില്ല, എല്ലാവർക്കും അറിയാം. എല്ലാം വെയർ ഹൗസിൽ ഇരിപ്പുണ്ട്, ഒന്നും വിറ്റിട്ടില്ല. വില കൂടുതലും കൊണ്ട് വെച്ചാൽ യഥാർത്ഥം പറഞ്ഞാൽ അതിമോഹത്തിന് വേണ്ടി പോയതാണ്, സംഭവിച്ചതാണ്. ശരി എന്ന് വെച്ച് അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പോയപ്പോൾ ദൈവം നമ്മളെത്ര പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയപ്പോൾ ഞാൻ എത്ര അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അന്നാണ് ദൈവത്തിൻ്റെ വില എന്താണെന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം ഇവിടെ വന്നു, ആ സാധനങ്ങളെല്ലാം എടുത്തു വേറെ ഹൗസിൽ നിന്ന് വിടിയിച്ചു. ഇവരെല്ലാവരും പാർട്ടിക്കാരെല്ലാവരും വിളിച്ചു. അവിടെ വെച്ച് തന്നെ അവർക്ക് കൊടുക്കേണ്ട അപ്പോൾ ഉണ്ടായിരുന്ന ആ വില അനുസരിച്ചുള്ള കാശ് കൊടുത്തു. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു, ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് തന്നാൽ പോരാ, നിങ്ങൾ പറഞ്ഞ വില ഞാൻ തരണ അർഹതപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കാശ് എപ്പോഴും ഉണ്ടാവുന്ന അന്ന് നിങ്ങൾക്ക് ഈ കാശ് തന്നിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു പൈസ തരണ്ട, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല. മനുഷ്യനെ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. അപ്പോൾ നഷ്ടം വന്നാൽ ഞാൻ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥൻ തന്നെയാണ്. കച്ചവടത്തിൻ്റെ നീതി അതാണല്ലോ എന്ന് പറഞ്ഞു. അതെന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ധ്യാനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ധ്യാനോടെ കൂടിയ ഒരു ഡിവൈൻ തന്നെ 2 ധ്യാനം കൂടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തോമസ് പോളിൻ്റെ ഒരു ധ്യാനവും കൂടി. അതിനുശേഷം അവിടെ ബൈബിൾ കോളേജ് നടക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ മൈക്കൽ കാരിമറ്റ ചർച്ചിൻ്റെ. അപ്പോൾ ഒരു 1.5 മാസം ബൈബിൾ കോളേജിന് അവിടെ ആയിട്ടുണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് വന്നിട്ട് ഈ സമയത്തൊക്കെ ബിസിനസ്, അപ്പോൾ ബിസിനസ് ഒന്നുമില്ല, എല്ലാം നിർത്തി വെച്ചിരിക്കുക, എല്ലാം നിർത്തി വെച്ചേക്കുക. അവിടുന്ന് അപ്പോഴൊരു മനസ്സിലൊരു ഇതുണ്ട്, കാരണം ഇത്രയും കാശ് ഇനി ഇവർക്ക് അർഹതപ്പെട്ട അവർക്ക് അർഹതപ്പെട്ട കാശാണ് ഞാൻ കൊടുക്കേണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. ഒരു മനപ്രയാസം മനസ്സിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കിരുന്നു നമ്മുടെ മനപ്പറമ്പിൽ. അന്ന് നമ്മുടെ എംബ്രോസ് സിസ്റ്ററായിരുന്നു ഇൻചാർജ്. നമ്മുടെ ഫാദർ വല്ലൂരാനച്ഛൻ്റെ പെങ്ങൾ, പുള്ളിക്കാരത്തി മരിച്ചുപോയി. ഓക്കെ. അപ്പോൾ ആ ധ്യാനം പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച് ചാലക്കുടി വന്നു. ചാലക്കുടി ഇങ്ങോട്ട് വരാനേ വേണ്ടി ചാലക്കുടി വന്നപ്പോൾ പെട്ടെന്ന് വന്ന് കഞ്ചിക്കോട് ഒന്ന് പോയേക്കാന്ന്. അപ്പോൾ റാണിമരി പെട്ടിക്കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ പോയത്. ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒരു ഇച്ചിരി നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് പിന്നെ പോന്നു. പാലക്കാട് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് മംഗലാരം പോരുന്ന വണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് വണ്ടി കാത്തിരിക്കുക. ആ സമയത്ത് കണ്ട് നമ്മളെപ്പോലെ തിന്നിച്ച് വാക്കുകൾ ഉച്ചിഷ്ടം താഴെ ഡ്രെയിനേജിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ അതിനകത്ത് ഈ കറുത്ത വെള്ളവും തീട്ടവും മൂത്രവും ഇങ്ങനെ ഒഴുകുന്നു. അതിനകത്ത് വീണ ഈ ഉച്ചിഷ്ട മാനസിക രോഗികൾ പോയി വാരി തിന്നുന്നു. ഒരു തലയ്ക്ക് ഒന്ന് പട്ടി തിന്നുന്നു, ഒരു തലയ്ക്ക് ഇവർ തിന്നുന്നു. ആ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനറിയാതെ തന്നെ പൊട്ടിക്കരഞ്ഞു പോയി. ഓ ദൈവം എന്ത് കഷ്ടപ്പെട്ടു ഇവരുടെ ജീവിതം. ദൈവം ഇത്രയെല്ലാം നമുക്ക് തന്നിട്ട് ഇനി നമുക്ക് മതിയായില്ല, ഇനിയും വേണോ എന്നൊരു ആഗ്രഹമാണ്. നാളെ ഒരു പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഇങ്ങനെ തോന്നി, ദൈവം ഈ നിമിഷം ഇവർ മരിക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ ആത്മാവും എവിടെ പോവും? ലാസറിൻ്റെ ആത്മാവിന് തുല്യം. ഞാനിന്ന് മരിക്കുകയാണെങ്കിൽ ആ ധനവാൻ്റെ ആത്മാവ് പോലെയാവും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പെട്ടെന്ന് ഇങ്ങനെ തോന്നി ബൈബിൾ വായിക്കണമെന്നൊരു ഇംപ്രഷൻ തോന്നി. എൻ്റെ ബാഗിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ബാഗ് തുറന്ന് ബൈബിളെടുത്തു. ഇങ്ങനെ ഇവിടുത്തെ വഴിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെ വചനം. അപ്പോൾ അതിനകത്ത് നമ്മുടെ അന്തിമ വിധിയെപ്പറ്റിയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ ചോദിക്കുന്നത്, എനിക്ക് വിശന്നു,
ഭക്ഷണം തന്നു, ദാഹിച്ചു, ഈ കുടിക്കാൻ തന്നു, നഗ്നായി എന്നെ ഉടിപ്പിച്ചു, രോഗിയായി എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ അനാഥനായിരുന്നു, നിൻ്റെ വീട്ടിൽ എന്നെ ആശ്രയം നൽകി. ഇതാർക്കും നൽകി എന്ന് ചോദിച്ചപ്പോൾ ഈ ഏറ്റവും എളിയവർക്ക് ആർക്ക് ചെയ്തോ അതെനിക്ക് നൽകി എന്നാണ് 31 മുതൽ 40 വരെ. 41 മുതൽ 46 വരെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് വിശന്നു, ഭക്ഷണം തന്നില്ല, ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല, നഗ്നായി ഉടിപ്പിച്ചില്ല, രോഗി എന്നെ ശുശ്രൂഷിച്ചില്ല, ബന്ധിതനായ എന്നെ നീ സന്ദർശിച്ചിട്ടില്ല. ഇതാർക്ക് ചെയ്യേണ്ടതായിരുന്നു? ഈ എളിയവർക്ക് ആർക്ക് ചെയ്തോ അത് ചെയ്തില്ലയോ അതെനിക്ക് ചെയ്തില്ല എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. അപ്പോൾ ഇതാണ് അന്തിമവിധി. നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞേക്കാം അന്തിമവിധിയാണ്. ആ വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയില്ല. ആ നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ വാഗ്ദാനം ചെയ്തു, കർത്താവെ നീ അനുവദിച്ചാൽ ഞാൻ ഈ വേല ചെയ്തോളാം. ട്രെയിനിൽ വെച്ച് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെച്ചാൽ പിന്നെ ചിന്തിച്ചു, ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചോദിക്കാനും പറയാനും ഉണ്ടല്ലോ നമുക്കാളെ. അങ്ങനെ പിറ്റേ ദിവസം ഭാര്യയോട് ഇവിടെ വന്നിട്ട് ഈ വിഷയം ഷെയർ ചെയ്തു. പുള്ളിക്കാരത്തി അതിന് സമ്മതിച്ചു. അപ്പോൾ മകൾ പഠിക്കുകയായിരുന്നു, മക്കൾ 4 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സ്വന്തം വീട്ടിലാണ് ഈ കാര്യം തുടങ്ങിയത്. അത് ഏത് വർഷം? 1999 മാർച്ച് 22 ആണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഈ അനുഭവം ഇങ്ങനെ ഉണ്ടായത്. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് 1999 മാർച്ച് 22-ാം തീയതിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. നമ്മുടെ ഈ കാണുന്നതാണ് എൻ്റെ വീട്. ഇതിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇത് അന്ന് ഉണ്ടായിരുന്ന അതേ വീട് തന്നെയാണ്. അതേപോലെ തന്നെ നിലനിർത്തി. മാത്രമല്ല ഈ വീട്ടിൽ ആരംഭത്തിൽ 1 മുതൽ 65 പേര് വരെ ഈ വീട്ടിലാണ് നമ്മൾ അക്കോമഡേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. 65 രോഗികളെ നോക്കിക്കൊണ്ടിരുന്നത് ഈ വീടിനകത്ത്. അതെ, ഞങ്ങൾ ചെയ്ത് 65 പേര്, ഞങ്ങളൊരു 6 പേരും ഭാര്യയും മക്കളും. ശരിക്കും ഈ വീട്ടിൽ എത്ര മുറിയുണ്ട്? ഈ മുറിയിൽ ഇപ്പം 4-5 മുറിയുണ്ട്. ചെറിയ ചെറിയ മുറികളാണ്, കുഞ്ഞു മുറികളാണ്. അതെ, ആദ്യം തുടങ്ങി ഈ കാണുന്ന മുറിയാണ് ഫസ്റ്റ് കാണുന്നത്. ഈ മുറിയിലാണ് ആദ്യത്തെ രോഗിയെ കൊണ്ടുവന്ന് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഓരോരോ റൂമിലേക്ക് ഒരു റൂമിൽ ഒരു 8-10 പേരാകുമ്പോഴത്തേക്ക് അടുത്ത റൂമിലേക്ക് മാറ്റും. അതെ, അങ്ങനെ എല്ലാ റൂമും ഫുള്ളായിരുന്നു. ലാസ്റ്റ് നമ്മുടെ അടുക്കള വരെ ഇവർക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല. ഉള്ള സൗകര്യത്തിൽ അന്ന് ആക്ച്വലി പറഞ്ഞാൽ നമുക്കിങ്ങനെ മലന്ന് കിടക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം, നല്ല സ്ഥലം മതിയാവുള്ളൂ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മൊത്തം ഇതിനകത്ത് നിറച്ച് തീട്ടവും മൂത്രവും ആയിരിക്കും. പുറത്തല്ല, അകത്ത് കിടക്കുന്നിടത്ത് തന്നെ. ടോയ്ലറ്റ് അതിനകത്ത് ആകെ 3 ടോയ്ലറ്റേ ഉള്ളേ. അപ്പോൾ ഇവർ മനസ്സിൽ അവർക്ക് തോന്നുന്നിടത്തും അവിടെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ അവർ കഴിക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവരെ എല്ലാം നമ്മൾ ചെയ്ത് അത്ര വർഷം മുമ്പ് അല്ലേ? അതെ, അത് ഇപ്പോൾ 28ാമത്തെ വർഷമാണ് ഇത് തുടങ്ങിയിട്ട്. 4 കുട്ടികളുണ്ട്. അന്ന് 4 കുട്ടികളുണ്ട്, ഭാര്യ. അപ്പം നിങ്ങൾ ഈ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള മാനസരോഗികളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മക്കളോ അല്ലെങ്കിൽ ചേച്ചിയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? ഇല്ല, ചേച്ചിയായിരുന്നു കാര്യമായിട്ട് ഇവരെ എല്ലാ കാര്യവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. പ്രധാന സമയത്ത് ധ്യാനം കൂടിയിട്ട് കിട്ടിയൊരു അനുഭവമായിരുന്നു. അതെ, ചേച്ചിക്കും ആ ഒരു ദൈവാനുഭവം. പക്ഷേ എന്നെക്കാളും കൂടുതൽ ദൈവാനുഭവം പുള്ളിക്കാരത്തിക്കാം. അതെ, കാരണം പുള്ളിക്കാരത്തിക്ക് ഒരുപാട് ക്ഷമയുള്ള ഒരു സ്ത്രീയാണ്. അത് എൻ്റെ ഭാര്യയായിട്ട് പറയുകയല്ല, ഭയങ്കര ക്ഷമയുള്ള കൂട്ടത്തിലാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെ പ്രതികരിക്കുക, ഇത് ചെയ്യുക എന്നുള്ള എന്തുണ്ടെങ്കിലും കർത്താവിന് സമർപ്പിച്ചും പ്രാർത്ഥിക്കും. പിന്നെ ആദ്യം മക്കൾക്കൊക്കെ ഒരു മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരാണ് ഇവരുടെയൊക്കെ എല്ലാ ചെറുതായിരുന്നില്ലേ പിള്ളേർ ചെറുതാണെങ്കിലും ഇവർ വരുമ്പോൾ ഇവരെ കുളിപ്പിക്കാനോ, മുടി വെട്ടാനോ, നഖം വെട്ടാനോ, തുണി അലക്കാനോ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഇവർ കൂടിയൊക്കെ ചെയ്യുമായിരുന്നു. അത്ര നല്ലൊരു സാക്രിഫൈ അവർ ചെയ്തുകൊണ്ടായിരുന്നു ആരംഭത്തിൽ. അപ്പോൾ ഇവരെ ഈ ആൾക്കാരൊക്കെ അവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ മാനസിക രോഗികളാണ്, നിങ്ങൾക്ക് മാനസിക രോഗം ഇങ്ങനെ കളിയാക്കുക, അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ. സ്കൂളിൽ എല്ലാവരും പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. ഇവർ ആക്ച്വലി ഇവിടെ വരുന്ന സമയത്തും വീട്ടിൽ വരുന്ന സമയത്ത് ഇവർ ഡ്രസ്സുകൾ വെച്ച് കാണില്ല, പുസ്തകങ്ങൾ കാണില്ല, എല്ലാവരുടെ അടുത്ത് വലിച്ചു കയറി കളയും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ അവർ ഇവിടെ വന്ന് താമസിക്കുന്നു,
കുട്ടികൾ ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഭാര്യ ഞാനുള്ള കൂടി ഉണ്ടാക്കി കൊടുക്കും. ബ്രദറിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ബിസിനസ് ഇല്ല. നമുക്ക് കുറച്ച് തോട്ടം ഉണ്ടായിരുന്നു, കുറച്ച് റബ്ബർ, കുറച്ച് കവുങ്ങ്, കുറച്ച് തെങ്ങ് എല്ലാം അവിടെ ഈ പറമ്പിലുണ്ടായിരുന്നു. അതിനുകൊണ്ട് കിട്ടുന്ന ആദായം കൊണ്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് ചിലരിങ്ങനെ സഹായം തരാൻ തുടങ്ങി. ഇന്നിപ്പോൾ 100% അവർ ജനങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് സ്ഥാപനം നടത്തുന്നത്. അതെ, ജനങ്ങൾ അന്ന് സമയത്ത് ഇപ്പോൾ ആദ്യം ഇതുപോലെ ഒരു മാനസരോഗിനെ കൊണ്ടുവരുന്നു, അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ആരോരും ഇല്ലാത്തവരാണ് കൊണ്ടുപോകുന്നത്. അതെ അതെ. അതെങ്ങനെയായിരുന്നു കൊണ്ടുവന്നത്? നമ്മളിവരെ കൊണ്ടുവന്നുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് മാനസരോഗികളായിട്ട് വഴി കൂടെ ഇങ്ങനെ നടക്കും. അവർ സാധാരണ ഭക്ഷണം കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഡസ്റ്റ്ബിന്നിൽ നമുക്ക് വേണ്ടാത്ത കൊണ്ടിടുന്നുണ്ട്, അതിനകത്തുനിന്ന് വാരിയാണ് ഇവർ തിന്നുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിതം. അത് കഴിക്കാൻ കൊള്ളാവുന്നതാണോ കൊള്ളുകയില്ല എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വിശക്കുമ്പോൾ കൈ കിട്ടുന്നത് തിന്നുന്നു. അങ്ങനെയായിരുന്നു അവരുടെ കാര്യങ്ങൾ. സമയത്ത് വാഹനത്തിൽ പോയി കൊണ്ടുവരുമോ? അപ്പോൾ ഇത് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കി? ആദ്യകാലങ്ങളിലൊക്കെ ജനങ്ങൾ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽവാസികളും അതുപോലെ നാട്ടുകാരും എല്ലാം വേറെ മറ്റുള്ള പാർട്ടിക്കാരും വരെ ഒരുപാട് പ്രതിഷേധമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇവരോട് വെച്ച് താമസിക്കാൻ പാടില്ല. ഒരുപാട് കംപ്ലൈൻറ്റുകളൊക്കെ നമ്മുടെ പേരിൽ പോയിട്ടുണ്ടായിരുന്നു. വന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ആദ്യം ഓരോ വലിയ റേഷ്യായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് അവരെ വെറുതെ അവസ്ഥയും മറ്റുള്ള സിറ്റുവേഷനും എല്ലാം കണ്ടു കഴിയുമ്പോൾ അവരുടെ മനസ്സ് കൂളായിട്ട് അവർ പിന്നെ നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് വരും. ആക്ച്വലി ഈ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞിട്ട് അന്ന് ഒരു 182 പേരായി. ഈ വീടും പിന്നെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ മുൻവശത്ത് ആ തെങ്ങ് നിൽക്കുന്ന അങ്ങ് ഒരു ഗ്രോട്ടുണ്ട്, അവിടം വരെ ഒരു വോളർ ഷെഡായിരുന്നു. അന്ന് 182 പേരുണ്ട് ആ സമയത്ത് ഇവിടെ. വേറൊരു വോളർ ഷെഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു അതിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ട്, അപ്പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ അന്ന് AK മുന്നപ്പ എന്ന് പറഞ്ഞ ഒരു DC ആയിരുന്നു, ജില്ലാ കളക്ടർ ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇത് ഇവിടെ നടത്താൻ പാടില്ല, അവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് ഇവിടെ വന്നത്. ഫുള്ള് 10-80 ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരി പറയുന്ന കാര്യം ഞാൻ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്നാ വെച്ചാൽ ഇവരെല്ലാം ഞാൻ വഴിയിൽ നിന്ന് കൊണ്ടുവന്നു, ഇവരെ നിങ്ങൾ കൊണ്ടിട്ട് വഴിയിലേക്ക് ഇറക്കി വിടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഇവർക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. എന്നെക്കൊണ്ട് എത്ര പറ്റുന്നോ അത്രയും ചെയ്യുന്നു. നിങ്ങൾ പറയുന്ന മാതിരി ആ നിയമപരമായിട്ടെല്ലാം ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, അത്രയും ഫെസിലിറ്റി കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ല, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാനങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞു, എല്ലാം നോക്കിയെല്ലാം കണ്ടെല്ലാം കഴിഞ്ഞ് ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. അതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു. എല്ലാം കാണിച്ച് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ റെഡ് ക്രോസിൻ്റെ ടീമും ആ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രസിഡൻറ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, അവരും തീരുമാനിച്ചു പറഞ്ഞു, പൗലോസിന് നമുക്ക് കുറച്ച് സമയം കൊടുക്കാം ബിൽഡിംഗ് പണിയാമെന്ന്. കാരണം മെയിനായിട്ടുള്ള ഡിമാൻഡ് ഇവിടെ ബിൽഡിംഗ് ഇല്ല. ഇത്ര ആൾക്കാരെ വെച്ച് അതിന് വേണ്ട ശരിയായ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള അവരുടെ ഡിമാൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരി, നിർത്തുന്നത് എനിക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങളും കുടുംബം എൻ്റെ ഒരു ഫാമിലി നിങ്ങളുടെ കൂടെ വരാം ഇവരെ സേവനം ചെയ്യാനാണ്. ഞങ്ങൾക്കൊരു ശമ്പളം തരണ്ട, പക്ഷെ നിങ്ങൾ വഴിയിലേക്ക് മാത്രം വിടരുത്. ഇവരെ നിങ്ങൾ വഴി കിടക്കുന്നവരാണ്, ഇനി വഴിയിലേക്ക് വിടരുത്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. അപ്പോൾ പറഞ്ഞു പുള്ളി എന്ന് വെച്ചാൽ ലാസ്റ്റ് ആലോചിച്ചു, പൗലോസ് പറഞ്ഞ് ശരിയാണ്, നിങ്ങൾ ചെയ്യുന്ന നല്ല ചാരിറ്റിയാണ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. ഗവൺമെൻറ് നിയമം വെച്ചാൽ ഇത് സുപ്രീം കോർട്ടിൻ്റെ ഓർഡറാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളി ഈ ഏർവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള വോളർ കൂടെ കുറേ മാനസികരോഗികളെ കൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ചങ്ങലിട്ട് കെട്ടിക്കൊണ്ടായിരുന്നത്. അത് ലാസ്റ്റ് തീ പിടിച്ചപ്പോൾ 42 പേര് അവിടെ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാൾ പബ്ലിക് ഇൻട്രസ്റ്റിന് ബേസിൽ സുപ്രീം കോർട്ടിൽ കേസിട്ടു, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്താൻ വിടാൻ പാടില്ലായിരുന്നു. അപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡറായി, എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഫുൾ സ്ട്രക്ചറോട് കൂടി ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ആ ഓർഡർ ഇവിടെ കർണാടക സ്റ്റേറ്റിന് വന്നു, ഇവിടെ ഹൈക്കോർട്ടിന് വന്നു, ഇവിടുത്തെ ഗവൺമെൻറ്റിന് കൊടുത്തു. ആ ബേസിലാണ് ഗവൺമെൻറ് ഇവിടെ ഇടപെടാൻ കാരണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു. ലാസ്റ്റ് ഇവരെല്ലാം കണ്ടു പിന്നെ ഒരു 6 മാസം പൗലോസിന് ടൈം കൊടുക്കാം ബിൽഡിംഗ് പണിയാൻ എന്നും പറഞ്ഞ് എഴുതി വെച്ച് പുള്ളി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്നും പറഞ്ഞു, സമ്മതിച്ചു. എൻ്റെ കയ്യിലൊന്നുമില്ല പണിയിപ്പിക്കാനായിട്ട്. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ എല്ലാം കടവാണ്. അന്നും കടവാണ്, ഇന്നും കടത്തിൽ തന്നെയാണ് സ്ഥാപനം ഓടുന്നത്. 1,80,00,000 രൂപ എന്ന കടത്തിലായി സ്ഥാപനം ഓടുന്നത്. അപ്പോൾ പറഞ്ഞു, പുള്ളി പോയി 6 മാസം കൊണ്ട് കെട്ടിടം പണിയണം. അപ്പോൾ എങ്ങനെ പണിയുന്നതിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇത് ഇത്ര ദിവസം ഞാനല്ല നടത്തിയത്, ദൈവം നടത്തി, കർത്താവ് യേശു ക്രിസ്തുവാണ് ഇന്ന് വരുന്നത്. നാളെ കർത്താവ് യേശു ക്രിസ്തു നടത്തുന്നുള്ള ബോധ്യം എനിക്കുണ്ട്, ആ ഒരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിപ്പിച്ച് പോയി. അങ്ങനെ നമ്മൾ പണി തുടങ്ങി. ഒരു 1-1.5 മാസം കൊണ്ട് കുറച്ച് അപ്പുറത്തെ പോർഷനിൽ ചെറിയൊരു
ഒരു 75-80 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിനുള്ള ഒരു ഫ്ലോറ് എൻ്റെ പണിയാനുള്ള പില്ലറിട്ടു. പിന്നെ മുമ്പോട്ട് പോകാനായിട്ടുള്ള കാശില്ല, അങ്ങനെ കിടക്കാറുണ്ട്. അങ്ങനെ ഇറ്റലിയിലെ ഒരു സിസ്റ്റർ എന്താ കാരണം വെച്ചാൽ ഇവിടെ ആരോ പറഞ്ഞറിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അത് പണിയാനുള്ള കാശിൻ്റെ കാര്യം ഇന്ന് പുള്ളിക്കാരത്തി മരിച്ചു പോയി കേട്ടോ. അങ്ങനെയാണ് ആ പണി വീട്ടിൽ നിന്ന് മാറ്റുന്നത് അല്ലേ? അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് ഫുള്ള് മാറ്റിയില്ല, അപ്പോഴും വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്. കാരണം അതൊരു 80 പേർക്കുള്ള സൗകര്യമുള്ളായിരുന്നു. ഇവിടെ ഒരു 65 പേരുണ്ടല്ലോ. പിന്നെ 10-30 പേരുടെ പിന്നെ ഈ ഓലഷെട്ടി കൂടെ തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേശ്ശെ പണിത് അത് അങ്ങനെ ആ ഒരു ഘട്ടത്തിന് പണി തീർന്നു. അത് കഴിഞ്ഞ് ചോദിച്ചോട്ടെ, ഇപ്പോൾ ആദ്യ ഒരു ബിസിനസ് കാലഘട്ടത്തിലെ ഒരു ജീവിതവും അതിനുശേഷം ഇതുപോലെ രോഗികളെ നോക്കി ആരോരും ഇല്ലാത്തവർക്കൊരു അഭയമേകുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതം മാറിയപ്പോൾ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യ കാലങ്ങളിൽ ജീവിതത്തിൽ വന്ന അനുഭവം മാറ്റം എന്തായിരുന്നു? ജീവിതത്തിൽ ആത്മീയമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ ജീവിതത്തിൽ യേശു സ്തോത്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ആത്മീയമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതികമായിട്ട് സന്തോഷമൊന്നുമില്ല, പക്ഷെ ആത്മീയമായിട്ട് ഒത്തിരി എന്ത് വന്നു കഴിഞ്ഞാലും കർത്താവുണ്ട്. കർത്താവ് അറിയാതെ ഒന്നും വരില്ല. എല്ലാത്തിനും ഒരു പക്ഷേ നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ പരാജയമാണെങ്കിൽ നമുക്ക് വേണ്ടാത്തൊരു ഒരു ക്രിട്ടിറ്റൈസാണ് വരുന്നതെങ്കിലും അതിൻ്റെ പിന്നിൽ കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. അത് വലിയൊരു സത്യമാണ്. അങ്ങനെ ഇരിക്കാതെ ഒരു ഉദാഹരണം 2005 ഈ ആശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മീഡിയ ഇവിടെ വന്നു. ഒരു മീഡിയയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ ആ മീഡിയ ഇല്ല, തീർന്നു പോവുകയും ചെയ്തു. അപ്പോൾ വന്നിച്ച് അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് സപ്പോർട്ട് നിങ്ങൾക്ക് ആക്കിച്ചു തരാം, ഹെൽപ്പ് ചെയ്യിക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഇവരെല്ലാം കവറേജ് ചെയ്തു. എന്നുവെച്ചാൽ പോയി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു ഫോണ്, നിങ്ങൾ 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം കവറേജ് ചെയ്തതിന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കടത്തിൽ പോകുന്ന കാര്യങ്ങൾ പിന്നെ ഞാനിങ്ങനെ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങളുടെ അടുത്തില്ല. ഇതൊന്നും പറഞ്ഞു അല്ല നിങ്ങൾ വന്ന് ഇവിടെ എടുത്ത് ഷൂട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഞങ്ങളിത് 100 രൂപ മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ അടുത്തില്ല തരാനെന്ന് പറഞ്ഞു. എന്നാൽ നിന്നെ പഠിപ്പിച്ചേക്കാം എന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പറ്റി ഒരുപാട് അവിക്കാതി നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നു, കിഡ്നി വ്യാപാരം ചെയ്യുന്നു, മരിച്ചവരുടെ എല്ലാം ബോഡി സംസ്കരിക്കുന്നില്ല, എല്ലാം ഇവിടെ കിടക്കുന്നു. പിന്നെ ഈ ആൾക്കാരെയെല്ലാം ചങ്ങലിട്ട് കെട്ടി പൂട്ടിയിട്ടിരിക്കുക, റൂമിലിട്ട് ബന്ധിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവിക്കാതി, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞ് ഒരുപാട് അവിക്കാതി വന്നു. ആക്ച്വലി അത് ആ ഒരു മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അത് മീഡിയയിൽ വന്നപ്പോൾ ഞാനൊരു ഹോട്ടലുണ്ടായിരുന്നു ഇവിടെ മംഗലാപുരത്തൊരു ഹോട്ടലിൽ കളക്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നത് ഫ്രീ ആയിട്ടാണ്, അല്ലാതെ പൈസ ഒന്നും കൂടെ എനിക്ക് ഭക്ഷണം ഫ്രീയാ, റൂമൊക്കെ ഫ്രീയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ മകളും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അന്ന് വൈകുന്നേരം ആരോ ഒരാൾ ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെപ്പറ്റി ഒരുപാട് അവിക്കാതെ ടി വിയിൽ വരും. കാരണം നേരത്തെ രാവിലെ ഒരു ന്യൂസ് കൊടുക്കുമല്ലോ ഇന്ന ആളെ പറ്റി വരുന്നതും പറഞ്ഞു. അപ്പോൾ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞങ്ങളത് അവിടെ നിന്ന് കേൾക്കുകയല്ല കാണുകയും ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല. അത് ആ ടി വിയിൽ വന്ന് അത്ര ബാഡായിട്ടാണ് നമ്മളെപ്പറ്റി ഇംപ്രഷൻ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരില്ല. ഇത്ര ആൾക്കാരുണ്ട്, അന്നാണ്ട് 250 ആൾക്കാരുണ്ട് ഇവിടെ. ഇപ്പോൾ ഇത്ര ആൾക്കാരെ പിന്നെ ആരെങ്കിലും 10 രൂപ സഹായം ചെയ്തില്ലെങ്കിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവരെ പട്ടിണിയാക്കിയിട്ട് പിന്നെ ഞാൻ ജീവിക്കുന്നതിന് പിന്നെ മരണമാണ് നല്ലത് എന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ ഒരു മരണത്തിൻ്റെ രംഗം. ആദ്യത്തേത് എൻ്റെ സാമ്പത്തികമായിട്ട് പോയപ്പോൾ, ദൈവികകാര്യത്തിന് പോയപ്പോഴും ഇങ്ങനെ തന്നെ വേറൊരു രീതിയിൽ ഒരു പ്രശ്നം സംഭവിച്ചു. ആക്ച്വലി അന്നും ഈ പറഞ്ഞാൽ ഞാനന്ന് പോയി അന്നും മേടിച്ചു പോക്കറ്റിലിട്ടു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് ഞാൻ മകളോടൊന്നും പറഞ്ഞില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. 2 ദിവസം വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഉച്ചയായപ്പോൾ ഞാനിവിടെ എത്തി. അതുകൊണ്ട് ഒരു 1:30-2 മണിയായപ്പോൾ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, വലിയ ക്ഷേത്രം, ഒരു ഹിന്ദു ക്ഷേത്രം. ശ്രീ വീരേന്ദ്ര ഹെഗ്ഡെ ആണ് എൻ്റെ മേലധികാരി. പുള്ളി അന്ന് വിളിച്ചു നമ്മളെ. ആ പുള്ളിയായിട്ട് അതിക്ക് മുമ്പ് ഞാൻ യാതൊരു ബന്ധവുമില്ല, സംസാരിച്ചിട്ടില്ല. നമ്മുടെ കാര്യം അവർക്കും അറിയാം, അവരുടെ കാര്യം നമുക്കറിയാം, ഓരോരോ കാര്യം നമ്മുടെ കാര്യം, അത്ര മാത്രമേ ഇത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അന്ന് പുള്ളി വിളിച്ചേച്ച് പറഞ്ഞു ഇന്ന് സമയമുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് ഇവിടം വരെ ഒന്ന് വരാൻ വെച്ചിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെയും പേടിയായി, ഇവരും ചിലപ്പോൾ എന്തെങ്കിലും അവിക്കാതെ നമ്മളെപ്പറ്റി ഇത് ചെയ്യാനാണല്ലോ, എന്താ നമുക്ക് പറയാൻ പറ്റുമല്ലോ, നമ്മളങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ആട്ടെ വിളിച്ചാലെന്ന് വിചാരിച്ച് ഞാനും മകളും കൂടെ കൂടി അവിടെ ചെന്നു. മൂന്നാമത്തെ മോള് സൗമ്യ എന്നവളുടെ പേര്. ചെന്ന് കഴിഞ്ഞാൽ പുള്ളി വലിയ ഒരുപാട് സെറ്റപ്പുള്ള പുള്ളി. ഇന്നിപ്പോൾ കർണാടക സ്റ്റേറ്റിലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു
സ്ഥാപനമാണ്, അത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, പൗലോസെ മുമ്പോട്ട് വെച്ച കാലം മുമ്പോട്ട് തന്നെ വെച്ചോ, പുറകോട്ട് ഒരു കാലം പുറകോട്ട് വയ്ക്കണ്ട. പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, അതായത് എന്ത് ഉദ്ദേശത്തിലാണ് നീ കാര്യം തുടങ്ങിയിരിക്കുന്നത് അത് മുമ്പോട്ട് തന്നെ ചെയ്തോ. ഈ വിഷയത്തിന് നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ സഹായിച്ചോളാം, പേടിക്കണ്ട. കാരണം പുള്ളിക്കൊന്നും ഇപ്പോൾ കർണാടകയിലല്ല, ഇന്ത്യ ഗവൺമെൻറ്റിനോട് തന്നെ പോയി പറഞ്ഞാൽ ഏത് കാര്യം പറഞ്ഞാലും നടത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ കൊണ്ടത് പറയിപ്പിച്ച് ആര് പറയിപ്പിച്ചു? തമ്പുരാൻ കർത്താവ് പറയിപ്പിച്ചു. നമ്മൾ ചോദിക്കാൻ പോയില്ല, നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനം അതാണ് വലിയൊരു ഇതെന്ന് പറഞ്ഞത്. അവിടുന്ന് പുള്ളി എല്ലാ കാര്യങ്ങളിലെല്ലാം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അരമണിക്കൂറിലോട് ഇന്ന് സംസാരിച്ചു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന കാര്യം, അങ്ങനെ ഓരോ കാര്യങ്ങളെങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇവിടെ വന്ന് ചോദിച്ചു. ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെ വാതിലെപ്പോഴും നിങ്ങൾക്ക് തുറന്നിട്ടുണ്ടാവും, അതാരും അടയ്ക്കില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഇപ്പോഴും അതെ, നമ്മുടെ ഇവിടെ ഗോഡൗണിൽ പച്ചക്കറി കാണണമെങ്കിൽ അവിടെ നിന്ന് വരണം. ഇവിടെ അരി തീരെ ഇല്ലാതെ കഴിഞ്ഞാലും ഒരു അവിടുന്ന് ഫോൺ ചെയ്താൽ ഒന്നാലും അപ്പം അയക്കും, അല്ലെങ്കിൽ ഒരു വണ്ടി അയക്കാൻ പറയും. ഇപ്പോഴും അത് അവിടെ നിന്ന് തരും. പട്ടിണിയാക്കാൻ വിടില്ലെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ പോയി ചോദിക്കില്ല. ഇതിനിടയ്ക്ക് മറ്റുള്ള ഇങ്ങനെ പല വിസിറ്റേഴ്സ് വരുമ്പോൾ ചിലർ അരി കൊണ്ടുവരും, സാധനം കൊണ്ടുവരും, കാശ് കൊണ്ടുവരും. നമ്മൾ ചോദിക്കാനൊന്നും പോവില്ല. പുള്ളിക്കറിയുകയും ചെയ്യും ചോദിക്കാൻ പോവില്ല. ഒരു പ്രാവശ്യം ചെന്നില്ലെങ്കിൽ ചോദിക്കും, എന്താ ഇപ്പോഴേ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ, എന്താ കാണുന്നതെന്ന് ചോദിക്കാറുണ്ട്. ധർമ്മസ്ഥലം വീരേന്ദ്രയുടെ, അതെ, ധർമ്മസ്ഥലത്തിൻ്റെ അധികാരിയാണ്. അവരിതിനകത്ത് കുറഞ്ഞത് ഇപ്പോൾ ഒരു അവരെ സ്ഥാപനത്തിലൊരു 75,000 സ്റ്റാഫുണ്ട്. അവരുടെ സ്ഥാപനത്തിൽ ഈ റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീം, പല സ്കീമുകൾ ഇങ്ങനെ ചെയ്ത് ഒരുപാട് ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. കർണാടകയിൽ മൊത്തം, കർണാടകയിലെ ഇന്ത്യയിലും പല സ്ഥലത്ത് അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കോളേജ്, മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും ലോ കോളേജും ആർട്സ് കോളേജും എല്ലാ സ്ഥാപനമുണ്ട്. ആക്ച്വലി ഇപ്പോൾ അവരുടെ സ്ഥാപനത്തിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഞാനൊരു മെമ്പറാണ്. നമ്മളൊരാളെ മാത്രമേ എടുത്തിട്ടുള്ളൂ പുറമേ നിന്ന് വെച്ചാൽ മറ്റൊരു മാസത്തിൽ നിന്ന്. അവരുടെ ആൾക്കാരെടുക്കും, വേറെ ആരെങ്ങനെ അത്ര ഒരു വിശ്വാസമാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിനും ദൈവം അവിടെ പരിപാലിച്ചെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതുകൂടി ദൈവം എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം അരുളി ചെയ്തിട്ടുണ്ട്. ആ വചനം അതുപോലെ നടക്കുന്നു. ആകാശത്തിലെ പക്ഷികൾ നോക്കും, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കും, അവയെല്ലാം ദൈവം തീറ്റിപ്പോറ്റുന്നു. ബ്രദർ, അപ്പോൾ 1999 65 രോഗികളുമായിട്ട് വീട്ടിൽ ആരംഭിച്ച ഈ ഒരു ശുശ്രൂഷ ഇന്നിപ്പോൾ ബ്രദർ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശുശ്രൂഷ ഇപ്പോൾ എത്ര പേര് ഇൻമേറ്റ്സ് ആയിട്ട് അവിടെയുണ്ട്? ബാക്കി ഏതൊക്കെ മേഖലയിൽ ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്? ഇന്നിപ്പോൾ ഈ സ്ഥാപനത്തിൽ 387 അന്തേവാസികളുണ്ട്. അതിൽ മാനസിക രോഗികളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ബുദ്ധിമാന്ദ്യർ എന്ന് പറയുക, അതായത് മെൻ്റൽ റിട്ടയർഡ്, പിന്നെ പ്രായം ചെന്നവർ, പിന്നെ അംഗവൈകല്യമുള്ളവർ, പിന്നെ ഇവിടെ ജനിച്ച മക്കളുമുണ്ട്. 13 മക്കളിവിടെ ജനിച്ചതുണ്ട്. എന്നുവെച്ചാൽ ഈ മാനസിക രോഗികളായിട്ട് ലേഡീസ് റോട്ടിൽ കൂടെ അങ്ങനെ നടക്കും, അവരാരെങ്കിലും എല്ലാം മിസ്യൂസ് ചെയ്യും, അങ്ങനെ ഒരു ഗർഭിണിയാവും. അങ്ങനെ വഴിയിൽ നിന്ന് കിട്ടിയ 13 മക്കളിവിടെ ജനിച്ചിട്ടുണ്ട്. അതിൽ 3 കുട്ടികളുടെ അമ്മമാർ മരിച്ചുപോയി. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇവിടെയുണ്ട്, അവരെല്ലാവരും പഠിക്കുന്നുണ്ട്. അതിലിപ്പോൾ 3 ആൺകുട്ടികൾ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ഒരാൾ സെക്കൻഡ് ഇയർ, 2 പേര് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടുണ്ട്. അതിലൊരു കുഞ്ഞിനെ നമ്മൾ ഈ ആശ്രമത്തിൻ്റെ ഒരു മകനെ ട്രസ്റ്റി ആയിട്ട് ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. കാരണം നാളെ ഇവർ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം. ബാക്കിയുള്ള പിള്ളേർ ഇപ്പോൾ PUC പഠിക്കുന്നവരുണ്ട്, SLCക്കാരുണ്ട്, 10th ഉണ്ട്, 8th 6th മുതൽ പഠിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥാപനം. ഇത്രയും സമയത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിൽ ഒരു 4000-ഓളം ആൾക്കാർക്ക് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 500-ൻ്റെ അടുത്തോളം രോഗികളുടെ പല രോഗത്താലും മരിച്ചു പോയിട്ടുണ്ട്. അവർ തന്നെ ഇവിടെ 4000-ഓളം പേര് ഈ ഇത്രയും വർഷത്തിനിടയിൽ, അതെ, ഈ 28 വർഷത്തിനുള്ളിൽ 4000 പേരെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് പല രാജ്യക്കാരുമുണ്ട്, പല ഭാഷക്കാരുമുണ്ട്, പല പ്രായക്കാരുമുണ്ട്. അങ്ങനെയുള്ളവരെ ആണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ 90% വഴിത്തരിയിലും മാനസിക രോഗികളായിട്ട് കിടക്കുന്നത്, മരത്തിൻ്റെ ജോലിയിൽ, ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ഇവരുടെ ഭക്ഷണ രീതികളെല്ലാം ഈ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടുന്നതാണ്, വാരിത്തുന്നതാണ് ഇവരുടെ ജീവിതം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ. അപ്പോൾ ചിലർ വീട്ടിൽ കഴിവുള്ളവരും ഉണ്ടായിട്ടുണ്ട്.
അത് പിന്നീടാണ് അറിയുന്നത് വീട്ടിൽ കഴിവുള്ളവരാണ്. പക്ഷേ അവർ പോന്നിട്ട് എത്ര കാലമായെന്ന് അവർക്കും അറിയത്തില്ല, വീട്ടുകാർക്കും അറിയത്തില്ല. ഇവരോട് കാര്യമുള്ള സ്നേഹമുള്ളവർ ഇവർ അന്വേഷിച്ചിട്ടുണ്ടാവും. അവർ പോലീസിലെല്ലാം കംപ്ലൈൻറ്റെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ ഇവിടെ വന്ന് ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനായിട്ട് ആദ്യം ഞങ്ങൾ ബന്ധപ്പെടും. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വരും, കൊണ്ടുപോകും. പിന്നെ ചിലർ ഇവർ മാനസികരോഗിയായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് നിവൃത്തിയില്ലാതെ വിട്ടവർ അങ്ങനെ തിരിച്ചവരെ അറിയിച്ചാലും നമ്മൾ എത്ര ഫോൺ ചെയ്ത് വിളിച്ചാലും വരുമില്ലോ, കൊണ്ടുപോകില്ല. അങ്ങനെയുള്ളവർ നമ്മളിവിടെ തന്നെ നമ്മളവർക്ക് ഇവിടെ നമുക്ക് മാനസിക രോഗം എന്നുള്ള അങ്ങനെ ഒരു ആശുപത്രി നമ്മുടെ പെർമിഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ജനറൽ രോഗികൾക്കുള്ളൊരു ഹോസ്പിറ്റൽ അങ്ങനെ പെർമിഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡെസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻസ് അങ്ങനെ പിള്ളേരുടെ തന്നെ പെർമിഷനുണ്ട്. ഹാൻഡിക്യാപ്ഡ് ഓൾഡ് ഏജ് ഇങ്ങനെ ഒരു 6 സ്ഥാപനത്തിന് ഇതിന് ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളെ നടത്തിക്കൊണ്ടത്. സർക്കാരിൻ്റെ എല്ലാവിധ സപ്പോർട്ടുണ്ട്. സർക്കാരിൻ്റെ എല്ലാ രീതിയിലും സപ്പോർട്ടുണ്ട്. എത്ര ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ 4 ഡോക്ടർമാരുടെ സർവീസ് ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം അല്ല, പാർട്ട് ടൈമായിട്ട് വന്ന് പോയി. ഒരാൾ ഡ്യൂട്ടി ഡോക്ടർ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഒരു 8 പേര് നേഴ്സുമാരിവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. ബ്രദർ എങ്ങനെ കാണുന്നു അന്ന് 99 വന്ന ഒരു ഉള്ളിൽ വന്ന ഒരു ചെറിയൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു ദൈവം കൊണ്ടുവന്ന ആ ഒരു ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ദൈവം തന്ന ആ ഒരു ചിന്ത ഇന്ന് വളർന്ന് പന്തലിച്ച് ഇത്രയും വലിയൊരു സ്ഥാപനമായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് 4000-ഓളം രോഗികൾക്ക് ആശ്വാസമേകാനായിട്ട് സാധിച്ചു. അന്ന് ചിന്തിച്ചിരുന്നോ ഈ ഒരു തരത്തിലേക്ക് വളരുമെന്ന്? ഇല്ല, ഒരിക്കലും ചിന്തിച്ചില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് മനസ്സിലുകൊണ്ടാണ് ഇത്രയുള്ളൂ. നമ്മുടെ ഒരു ചെറിയ വീട്. അന്ന് നമ്മുടെ അന്നത്തെ വരുമാനത്തിൽ നിന്ന് ഒരു 3-4 പേരെ ശുശ്രൂഷിക്കുക, അതിനുള്ള നമ്മുടെ ചിലവ് കഴിഞ്ഞിട്ട് അവരുടെയും ചിലവിൽ കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ അത് ദൈവം ഇന്നിപ്പോൾ 400 വിചാരിച്ച് 400 അടുത്ത് വരെ എത്തിച്ചു. നാളെ കർത്താവ് 4000 ആക്കിയാലും കർത്താവ് നടത്തും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. തീർച്ചയായും ഞാനായിട്ട് നടത്താനായിട്ട് സാധിക്കില്ല. ഇന്നേ വരെ ഈ സ്ഥാപനം ഞാനിതുവരെ നടത്തിയില്ല, ഇനി മുമ്പോട്ടും എന്നെക്കൊണ്ട് നടത്താൻ സാധിക്കില്ല. കർത്താവിൻ്റെ ഇഷ്ടമാണോ അതനുസരിച്ച് പോകും. 100% വിശ്വാസം അതാണ്. തീർച്ചയായിട്ടും ഇന്നേ വരെ എത്രയോ സമയങ്ങളിലൂടെ ഉച്ചയ്ക്ക് തന്നെ ഭക്ഷണത്തിന് ആഹാരം ഉണ്ടായിരിക്കും, വൈകുന്നേരത്തിനും ഉണ്ടാവില്ല. അങ്ങനെ അത് 100 അതെ 100 പല സ്ഥലങ്ങളിലും ഇല്ലാതെയായിട്ട് ഭയങ്കര ഷോർട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ കൃത്യസമയത്ത് ദൈവം ഒന്നുമില്ല അതിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കി കൊണ്ടു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആരും മുഖാന്തരെങ്കിലും അതിനുള്ള പൈസയോ സാധനങ്ങളോ എന്തെങ്കിലും കൊടുത്തു വിട്ട് ഇവിടെ നേരത്തെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ആത്മീയമായിട്ടും ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷകളും സ്പിരിച്വൽ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കും. ഇതിപ്പോൾ ഒരു ആക്ച്വലി ബെൽത്താനാടിൽ വേറെ എന്തോ ഒരു ഇൻസിഡൻറ്റിന് വേണ്ടി കുറ്റിക്കലച്ചൻ ഇവിടെ വന്നായിരുന്നു. ഇവിടെ ബെൽത്താനാട് ഡയസിസിൽ വന്നു. അപ്പോൾ അന്ന് ബിഷപ്പ് ഇവിടെ ഇല്ല. ബിഷപ്പ് റോമിന് പോയിക്കായിരുന്നു, സിനഡിന് പോയിക്കായിരുന്നു. അപ്പോൾ ഈ കുറ്റിക്കലച്ചൻ മരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ ജീപ്പും കൊണ്ട് മംഗലാരം ഒന്ന് വരണം, എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, എനിക്ക് ബിഷപ്പ് ഹൗസിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ നിന്ന് പോയി ചെന്നു. ജീപ്പ് അച്ഛനൊക്കെ കയറ്റിയിരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ കണ്ടപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ്, മോനെ സിയോണിൽ ദീപകാരണം വെച്ച് ആരാധിക്കാനായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് അവിടെ ദീപകാരണം വെച്ച് ആരാധിക്കണമെങ്കിൽ പിതാവിൻ്റെ പെർമിഷൻ വേണം, അതുകൊണ്ട് വേണ്ട എൻ്റെ സെറ്റപ്പും കാര്യമൊക്കെ ആവണ്ടേ, നീ അതൊന്നും അറിയണ്ട, മോനെ അതിന് സമ്മതമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് 100% സമ്മതം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നേരത്തെ പോലെ ആഗ്രഹമാണ് ദീപകാരണം വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആവണ്ടേ. ഇവിടെ അച്ഛന്മാരില്ല, കന്യാസ്ത്രീമാരില്ല, അങ്ങനെയുള്ളിടത്തൊക്കെ അത് കൊടുക്കാനായിട്ട് വരെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. മോനൊന്നും അറിയണ്ട, ഞാൻ ആ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഉടനെ ബിഷപ്പ് ഹൗസിൽ ചെന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ അടുത്ത് പിതാവ് ഇവിടെ ഇല്ല, പിതാവ് റോമിലായിരുന്നു. അപ്പോൾ വികാരി ജനറൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിജയോട് പറഞ്ഞു, കർത്താവ് സന്ദേശം വരുന്നത് അവിടെ വികാരണം വെച്ച് ആരാധിക്കാനാണ് എന്ന് പറഞ്ഞു. നമുക്ക് പിതാവിനെ വിളിക്കാമെന്ന് പറഞ്ഞു. പിതാവിനെ വിളിച്ചു. പിതാവ് അവിടെ നിന്ന് തന്നെ പെർമിഷൻ തന്നു. അവിടെ നിന്ന് തന്നെ പെർമിഷൻ. അങ്ങനെയാണ് ദീപകാരണം വെച്ച് ഇവിടെ ആരാധിക്കാൻ. ഇവിടെ എന്ത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ള സമയത്തും ആ ദീപകാരണത്തിന് മുമ്പ് പോയി കമന്നവിടെ കിടക്കും. എന്ത് പ്രശ്നങ്ങൾ വന്നുകൊണ്ടുണ്ടാവും, എല്ലാ പ്രശ്നവും വരും. സാമ്പത്തികമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലായിട്ടോ, അല്ലെങ്കിൽ അയൽവാസികൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് പോയി അവിടെ പോയി കമന്ന് കിടക്കും. കർത്താവ് അതിന് വേണ്ടുന്ന ആളെ ഞാൻ അന്വേഷിക്കാൻ പോകാതെ തന്നെ കർത്താവ് അതിന് വേണ്ടുന്ന കാര്യങ്ങളവിടെ കർത്താവ് പരിഹരിക്കും. ഇന്നവർ ചെയ്തേക്കുന്നതിന് ഇനി അത്ര നടക്കും. ഇവിടുത്തെ ഈ കാര്യം നടക്കുന്നത് ആ പരിശുദ്ധപരം ദിവ്യകാരണത്തിൻ്റെ ആശീർവാദം, ഞാനല്ല. ഇപ്പോൾ ആഴ്ചയിലൊന്നും ഇവിടെ എല്ലാ ആഴ്ചയിലും കുർബാനയുണ്ട്.
ഇപ്പോൾ മാത്രം നമുക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയത് ഇപ്പോൾ ഒരു 85 ദിവസമായിട്ട് നിത്യകുർബാന നമുക്ക് ഡെയിലി കുർബാനയുണ്ട്. കാരണം വെച്ചാൽ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 കർത്താവിൻ്റെ ജൂബിലി ആയിട്ട് ആഘോഷിക്കണമെന്ന് സന്ദേശം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് കൂടെ ഇല്ല എങ്കിലും ശരി, ഞങ്ങളതിനെ സംബന്ധിച്ച് 2025 മണിക്കൂർ ഇപ്പോൾ ഒരു പ്രാർത്ഥന വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഈ നാളെ ഡിസംബർ 22-ാം തീയതി എത്തിരും. ഇത് സെപ്റ്റംബർ 28-ന് ഞങ്ങൾ തുടങ്ങി. 2025 മണിക്കൂർ 85 ദിവസത്തെ പ്രാർത്ഥന. രാപകൽ ദിവാരണം എഴുന്നള്ളിച്ച് ശേഷം, മറ്റേത് ദിവാരണം അകത്ത് ഇത് സക്കരാരിക്കകത്തുള്ളത് നമുക്ക് ആവശ്യമുള്ള തുറന്ന് വെച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ സാധനം പ്രാർത്ഥന നടക്കുന്നു. ഒരു ബാച്ച് അനുസരിച്ച് ഇവിടുത്തെ ഇൻമേറ്റ്സ് ഞങ്ങളും സ്റ്റാഫെല്ലാം പോയിരുന്ന് പ്രാർത്ഥിക്കും. എന്ത് കാര്യമുണ്ടെങ്കിലും കർത്താവാണ് നടന്നത്, ആ ശക്തനായ കൂടെ ഉണ്ട്. അതൊരു നല്ല പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആരും കുറവുമില്ല. അത് അനുഭവമാണ്. എത്ര വലിയ പ്രശ്നം വന്നിട്ട് കർത്താവ് അതിന് പരിഹാരം കണ്ടെത്തും. ഇതിനെ സംബന്ധിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി തന്നെ നടക്കുന്നതും ഈ സിയോനാശ്രമത്തിൻ്റെ ഈ പ്രാർത്ഥനാലയത്തിൽ നിന്നാണ്. ഇത് 2002 ഞങ്ങളുടെ ലോറൻസ് മുക്കുഴി പിതാവ് ഇവിടെ ദിവ്യകാരുണ്യം വെച്ച് ആരാധിക്കാനായിട്ട് നമുക്ക് അനുവാദം തന്നു. അന്ന് മുതൽ ഇവിടെ നിത്യാരാധന നടക്കുന്നുണ്ട്, രാത്രിയും പകലും നടക്കുന്നുണ്ട്. ഇതിനായിട്ട് ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ കഴിഞ്ഞു പോയ ഫ്രാൻസിസ് പോപ്പ് 2025 കർത്താവിൻ്റെ ജൂബിലി ആയിട്ട് എല്ലാവരും ആഘോഷിക്കണം, അത് പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സന്ദേശത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ 2024 ഡിസംബർ 25-ാം തീയതി മുതലൊരു പ്രാർത്ഥന തുടങ്ങി. ആദ്യം ഞങ്ങളൊരു 153 മണിക്കൂർ കണ്ടിന്യൂ ഇങ്ങനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് രാപകൽ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇതിനൊക്കെ കാരണം ബ്രദറല്ല, ഞാനല്ല, എൻ്റെ ഭാര്യ, മക്കൾ, പിന്നെ എൻ്റെ ഇവിടുത്തെ സ്റ്റാഫ്, ഇവരെല്ലാവരും 100% ഡെഡിക്കേറ്റഡ്. അവരുടെ എല്ലാ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെല്ലാം ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതലായിട്ട് നമ്മുടെ ഇടവകയിലെ വികാരിയച്ചന്മാരും വന്നിച്ച് പോയിട്ടുള്ളവരും വന്നവരും ഇപ്പോൾ ഉള്ളവരും ഇപ്പോൾ ഉള്ള നമ്മുടെ നേരത്തെ ബിഷപ്പ്, ഇപ്പോൾ വന്നേക്കുന്ന ബിഷപ്പും എല്ലാവരും കൂടി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആത്മീയ കാര്യത്തിനല്ല ഫുൾ സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യം ഈ 28ാമത്തെ വർഷം ഈ സ്ഥാപനം നടക്കുന്നത്. ഇത് ഇന്നേ വരെ ഞാൻ നടത്തിയിട്ടില്ല. ഇത് സത്യമാണ്. ഈ നാട്ടുകാർ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യും. പ്രാർത്ഥനയോടുകൂടിയുണ്ട്, പ്രവൃത്തിയിലുണ്ട്. അവരൊക്കെ പറ്റിയില്ലേ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടായാലും നമുക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മംഗലാപുരം രൂപത, ചിക്കോണി രൂപത, ഉടുപ്പി രൂപത, ബാംഗ്ലൂർ രൂപത, എല്ലാ രൂപതക്കാരും നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമാണ്. അപ്പോൾ ഞാനായിട്ട് ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി മുമ്പോട്ടും ഞാൻ നടത്തുന്നുള്ള യാതൊരു ബോധ്യം എനിക്കില്ല. തമ്പുരാൻ കർത്താവ് നടത്തും എന്നൊരു ബോധ്യം എനിക്കുണ്ട്. പലരും ചോദിച്ചു, നിൻ്റെ കാലം കഴിഞ്ഞ് ഇതാര് നടത്തും? അപ്പോൾ ഞാൻ അവരോട് ഒറ്റ ഉദാഹരണമേ പറയാറുള്ളൂ. എന്നുവെച്ചാൽ മദർ തെരേസ ആശ്രമം തുടങ്ങിയത് 5 രൂപ കൊണ്ടാണ്. മദർ തെരേസ ഇന്ന് മരിച്ചുപോയി. ഇന്നും മദർ തെരേസയുടെ സ്ഥാപനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും കത്തി ജ്വലിക്കുന്നുണ്ട്. ആരാ നടത്തുന്നത്? തമ്പുരാൻ കർത്താവിൻ്റെ പദ്ധതി. മദർ തെരേസയുടെ തിരുശേഷിപ്പ് ഇവിടെ വയ്ക്കാനായിട്ട് നമുക്കൊരു അവസരം കിട്ടി. ഇവിടെയുണ്ട്, നമ്മുടെ ആ ചാപ്പലിലുണ്ട് ഉണ്ട്. കാരണം അവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ചേട്ടൻ്റെ മകളുടെ 25ാമത്തെ ജൂബിലി ഇവിടെ വെച്ച് ആഘോഷിച്ചത്, വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അതിന് പിതാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിതാവ് ചോദിച്ചു, കൽക്കട്ടയിൽ വന്നിട്ടുണ്ടോ, മദർ തെരേസയുടെ മുമ്പിൽ പോയി മദർ തെരേസ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, മദർ തെരേസ കണ്ടിട്ടില്ല, പോകണമെന്ന് പല പ്രാവശ്യം ആഗ്രഹിച്ച് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഒന്ന് വാ, ഞാൻ വേണ്ടുന്ന വ്യവസ്ഥയൊക്കെ ആക്കാം എന്നും പറഞ്ഞ് പുള്ളി ഇവിടുന്ന് പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾക്ക് വണ്ടിയൂർക്ക് അയച്ചു തന്നു. ഞങ്ങൾ പോയി അവിടെ ചെന്ന് മദർ തെരേസ ഹോമം എല്ലാം കാണിച്ചു. അപ്പോൾ ഞാനപ്പോൾ ഒന്ന് ചോദിച്ചു, മദർ തെരേസ റിലീക്ക് ഞങ്ങൾക്ക് ഒന്ന് തരാമോ എന്ന് വെച്ചു. പിതാവ് തന്നെ എന്നെ റെക്കമെൻഡ്, നമ്മൾ ചോദിച്ചാൽ കിട്ടില്ല. ഒരു ചെറിയൊരു ഇത്തരം മറ്റുള്ളൊരു നമുക്കൊരു ചെറിയ ഒരു പൊട്ട് വരുത്തുക, അത് എല്ലാ ഫോട്ടോയിൽ അവിടെ ചെന്ന് തരുമോ, അല്ലാതെ റിലീക്കായിട്ട് ഇങ്ങനെ വെക്കുക നമുക്ക് ഇത് തരില്ല. പിതാവ് തന്നെ എല്ലാ വ്യവസ്ഥയും ചെയ്തു. അതിന് സർട്ടിഫിക്കറ്റ് നിന്ന് ഇപ്പോൾ നമ്മുടെ ചാപ്പലിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മൾ മദർ തെരേസയുടെ പ്രവർത്തനം ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതാണെന്നോ ഇത്തിരി സ്നേഹമായിരുന്നു എനിക്ക്.
ആരെങ്കിലും സൃഷ്ടാവാൻ പോകുമെന്ന് പറഞ്ഞാൽ പിള്ളേർ പറയണേ ഞാൻ പറയും, നിങ്ങൾ ആത്മീയമായിട്ട് 100% രക്ഷപ്പെട്ടെങ്കിൽ മദർ തെരേസയുടെ ഇതിപ്പോൾ ഒന്ന് ഒത്തിരി ചാറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാം. പക്ഷേ അവിടെ പോകാൻ സാധിച്ചു. ഒരു ദിവസം അവിടെ 2 ദിവസം അവിടെ താമസിക്കാൻ സാധിച്ചു. അങ്ങനെ അതൊരു അനുഭവം ഉണ്ട്. യേശുവിൽ സ്നേഹമുള്ളവരെ, 28 കൊല്ലം മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് വചനം കേട്ട് ബൈബിൾ കോളേജിൽ പഠനവും പൂർത്തിയാക്കി ഇതാ കർണാടകത്തിൽ ഇവിടെ ഒരു സുവിശേഷ വേലയുടെ ഒരു സാന്നിധ്യം, യേശുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നൽകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ശുശ്രൂഷ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് ഇവിടെ ഒരു വലിയ ശുശ്രൂഷ ദൈവം ഒരുക്കി തന്നു. അഗതികൾ, ആലംബഹീനർ, മാനസിക രോഗികൾ, ആർക്കും വേണ്ടാത്തവർ, കൽക്കട്ടയിലെ മദർ തെരേസ ശുശ്രൂഷ ചെയ്തതുപോലെയുള്ള മഹത്തമായ ശുശ്രൂഷ ദൈവം ഇവിടെ നൽകി. ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഒരു വലിയ സാക്ഷ്യ ശുശ്രൂഷയാണ് ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വരുന്നവരും പോകുന്നവരും ഈ ശുശ്രൂഷയിൽ ആനന്ദിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. CN ആശ്രമം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരു 1987 തൊട്ട് ഞാൻ ബ്രദറിനെ അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. ചെറിയൊരു സ്ഥാപനത്തിൽ തുടങ്ങി ഒരാൾ 2 പേരെ കൊണ്ട് തുടങ്ങി ഇപ്പം ഈ കർണാടകം മുഴുവനും, എനിക്ക് തോന്നുന്നത് കർണാടകം മുഴുവനുമായിട്ടും ഈ ലോകം അറിയപ്പെടുന്ന ഒരു ആശ്രമമായിട്ട് മാറിയിരിക്കുകയാണ് CN ആശ്രമം. കന്നഡ മിനിസ്ട്രിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. മദർ ഹോമിലെ കന്നഡ മിനിസ്ട്രിയിൽ ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ CN ആശ്രമത്തിൽ ചേർത്ത് ഇവരുടെ എല്ലാ കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ നല്ലൊരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ നല്ലൊരു ശുശ്രൂഷയാണ് നമ്മുടെ ബ്രദർ ഇവിടെ ചെയ്യുന്നത്. വളരെ നല്ല സന്തോഷത്തോടെ പോകുന്നു. നമ്മൾ പൗലോസ് ബ്രദറിൻ്റെ ഈ ഒരു ജീവിതാനുഭവങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇപ്പോൾ ആ ഒരു പഴയ വീട്ടിൽ അവിടെ പൗലോസ് ബ്രദറിൻ്റെ ഭാര്യയും മക്കളും ഒപ്പം കുടുംബാംഗങ്ങളും എല്ലാവരും ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. എൻ്റെ ഭാര്യ മേരി എന്നാണ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൻ്റെ രണ്ടാമത്തെ കുട്ടികൾ സേറ എന്ന് വിളിക്കുന്നു. ഇത് മകൻ്റെ ലാസ്റ്റ് 3ാമത്തെ കൊച്ച്, അവളെ ക്രിസ്ത എന്ന് വിളിക്കുന്നത്. അത് എൻ്റെ 3ാമത്തെ മകളുടെ 3ാമത്തെ കുട്ടി, അവൾ സിയ എന്ന് വിളിക്കുന്നു. ഇഷ അല്ലേ, ഇഷ. ഇതെൻ്റെ 3ാമത്തെ മകൾ സൗമ്യ. അത് മൂത്ത മകൻ്റെ മൂത്ത മകള് ജലീൻ. ഇത് 3ാമത്തെ മകളുടെ 2ാമത്തെ കുട്ടി, അവളെ അബിവേൽ എന്ന് വിളിക്കുന്നു. അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും മൂത്ത മകള് ശോഭ. പിന്നെ 3ാമത്തെ മകളുടെ ഏറ്റവും മൂത്ത കുട്ടിയാണ്, അവളുടെ പേര് അലിൻ. അപ്പുറത്തിരിക്കുന്ന എൻ്റെ പെങ്ങളാണ്, പേര് മേരി, വിളിക്കുന്നത് കുഞ്ഞിപ്പെണ്ണെന്ന്. ഇതെൻ്റെ 2ാമത്തെ മകൻ സുഭാഷ്. എൻ്റെ ഭാര്യ സന്ധ്യ. ഇതെൻ്റെ പെങ്ങളുടെ ഏറ്റവും മൂത്ത പെങ്ങളുടെ മൂത്തവൻ, എൻ്റെ പേര് കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്നു, പേര് ദേവസ്യ. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ കാണിക്കുന്നത് കുടുംബമെല്ലാം കാണിക്കുക. ഒരു മാളെ കെട്ടിച്ചവണ്, കുറച്ച് ദൂരമാണ്, അവൾ ഉച്ച കഴിഞ്ഞ് വരുവുള്ളൂ. സൈനി എന്നാണ് പേര്. അവൾക്ക് 2 കുട്ടികൾ. മൂത്ത മകളുടെ കുട്ടിയുടെ പേര് ഡിവൻ. അവൻ മംഗലാപുരത്ത് പഠിക്കുന്നു. അവൻ ലീവില്ല, അതുകൊണ്ട് വന്നെത്തിട്ടു. എനിക്ക് 4 മക്കൾ, 3 പെണ്ണും 1 ആണും, 9 പേരക്കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് നമ്മൾ ഇത്ര നേരം പൗലോസ് ബ്രദറിൻ്റെ ഒക്കെ അനുഭവങ്ങൾ കേട്ടു. ചേച്ചിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ആദ്യം ഈ ഒരു വീട്ടിലായിരുന്നു ഇതേപോലെ ആദ്യമായിട്ട് രോഗികളെ കൊണ്ടുവന്നത് അല്ലേ, ആരോഗ്യമില്ലാത്തവരെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കിടത്തിയാണ്. പിന്നീട് 65 പേരോളം ഈ വീടിനുള്ളിൽ കിടന്നു, നിങ്ങൾ മക്കളും കൂടെ ഒരുമിച്ച് കിടന്നു അല്ലേ. ആദ്യം ഇങ്ങനൊരു ആശയം പറഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിൽ വന്നത്? മനസ്സിൽ സന്തോഷമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇപ്പം വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാനൊരു വാക്കിങ്ങനെ പറഞ്ഞു. അപ്പോൾ പെരയൊക്കെ സൗകര്യമൊക്കെ ആയില്ല, ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അല്ല അത് പറ്റിയാൽ ഇപ്പം തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു, ആയെന്ന് പറഞ്ഞു. കാരണം ഇവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളില്ല, ചെറിയ വീടാണ്. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ഓരോരുത്തർ കൂടി വരുമ്പോൾ അതെങ്ങനെ അത് സഹിച്ചു, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് എങ്ങനെ ചെയ്തു? അത് പിന്നെ എല്ലാം കൂടി വന്നപ്പോൾ എത്ര ആളുകളുടെ ഇതിനകത്ത് നിൽക്കാനായിട്ട് വരുമ്പോൾ നല്ലൊരു മനസ്സ് വന്നു. അവരൊക്കെ വരുമ്പം അവരുടെ എല്ലാം ഭയങ്കര ചൊറിയും മുഴുവൻ പുഴുവായിരുന്നു. അങ്ങനെ എല്ലാം ഞങ്ങളുടെ ഈ കൈ കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം തേച്ച് കഴുകുകയാണ്. മക്കൾ ഇവരെല്ലാവരും കൂടുമായിരുന്നു. പിന്നെ എല്ലാം കഴുകുക, ഇവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മക്കൾ. എന്നാൽ അവർ ലീവിന് വരുമ്പോഴെല്ലാം
അവരെല്ലാവരും കൂടെ കൂടുമായിരുന്നു 4 മക്കളും. കൂടും. അതായത് ഇടം കുറഞ്ഞപ്പോൾ മനസ്സിൻ്റെ വലിപ്പം കൂടി അല്ലേ? കൂട്ടേണ്ടി വന്നു. എൻ്റെ പേര് ശോഭ, ഞാൻ മൂത്ത മോളാണ്. ഇത് ആദ്യമേ തുടങ്ങിയ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആശ്രമം തുടങ്ങിയത്. സോ ഫസ്റ്റ് ഒരാളെയാണ് ആദ്യമേ കൊണ്ടുവന്നത്. സോ ആ സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തർ കൂടി വന്നപ്പോൾ ആദ്യമേ ഞാനത് വേണ്ട, നമുക്ക് പ്രായമായവർ വേണ്ട, പിന്നെ മാനസിക രോഗികളും വേണ്ട, ജസ്റ്റ് പിള്ളേരെ ആണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അതെങ്ങനെയാണ് പിന്നെ ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആദ്യമേ ഞങ്ങൾക്ക് ഇതത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഈ വീട്ടിൽ ഞങ്ങൾ മക്കളും ഡാഡി മമ്മിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വേറെ കുറേ പേര് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു. ആ സമയത്ത് സ്ട്രീറ്റിലുള്ളവരെ കൊണ്ടുവന്ന് നിർത്തുന്നതുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ഇവർ ഭ്രാന്തന്മാരുടെ കൂടെ കഴിയുന്നവരാണ്, മാനസിക രോഗികളുടെ കഴിയുന്നവരാണ്. ഇങ്ങനെ ഞങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഞങ്ങളെ നെഗറ്റീവ് കമൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിന് അഡ്ജസ്റ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഡാഡി മമ്മിയും അവരുടെ എല്ലാം നല്ല അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലെല്ലാം മാറ്റി അവരെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ജീവിതം തുടങ്ങിയപ്പോൾ അത് സത്യം പറഞ്ഞാൽ ശരിക്കും വിഷമം തോന്നിയായിരുന്നു. അന്ന് കുറച്ച് കരയൊക്കെ ചെയ്തായിരുന്നു. ഇന്ന് ഞാനത് ഷെയർ ചെയ്തതാണ് ഡാഡിയുടെ അടുത്ത്. അന്ന് കുറേ കരയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങൾ. പിന്നെ അറിയത്തില്ല, ഇതിലോട്ട് ഡാഡി മമ്മി ഇവരുടെ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകുമായിരുന്നു. സോ എപ്പം ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് വന്നാലും സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഞങ്ങൾ കൂടുമായിരുന്നു. ഈവൻ വരുന്ന ഒരേ പേഷ്യൻസിന് അവർ വ്രണങ്ങളൊക്കെ ഉണ്ടാകും. സോ ആ സമയത്ത് ഡോക്ടേഴ്സ് നഴ്സസൊന്നും ആരും ഇല്ലായിരുന്നു. സോ അത് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അവരെ ഡ്രസ്സിങ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലെങ്കിലും സോ ഇവർ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ അതിനെല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അവരെ കുളിപ്പിക്കാൻ, പിന്നെ അവരുടെ തുണികളെല്ലാം കഴുകി ഉണക്കി കൊടുക്കാൻ, പിന്നെ റൂംസ് എല്ലാം കഴുകി ക്ലീൻ ആക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ആ സമയത്ത് ചെയ്യുമായിരുന്നു. ബട്ട് സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി ആ സമയത്ത് നെഗറ്റീവ് കമൻറ്റ്സ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ധൈര്യമായിട്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ട് അത്രയും തന്നെ ഉണ്ടായിരുന്നു. അവർ ചെയ്യുന്നതിൻ്റെ കൂടെ ഞങ്ങൾ തന്നെ അങ്ങ് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു സർവീസിനോട് കുറച്ച് താല്പര്യം തോന്നി. സോ ദാറ്റ് ഈസ് ആക്ച്വലി അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആശ്രമം തുടങ്ങിയ സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഒരു പേഷ്യൻ്റേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പോൾ ആ പേഷ്യൻ്റായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റായി നോക്കാനും ബുദ്ധിമുട്ട് തോന്നിയില്ല. അത് മാനസിക രോഗികളെക്കുറിച്ച് അറിയില്ലായിരുന്നു കാര്യമായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാളായപ്പോൾ ഡാഡി മാനസിക രോഗികളെ കൊണ്ടുവന്ന് വന്നു. ആദ്യം ഡാഡി പറഞ്ഞു ഒരു 5 പേരെ നമുക്ക് ഒരു റൂമിൽ അക്കോമഡേറ്റ് ചെയ്യാം. ഈ ഒരു റൂമിലാണ് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും വലിയ ശല്യമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ ഇത് ശരിയാ തെറ്റൊന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രായമല്ലായിരുന്നു. എന്നാലും പിന്നെ ഡാഡി ചെയ്യുന്ന നല്ല കാര്യം എന്നറിയാം. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. പിന്നീട് എല്ലാ റൂമുകളും നമ്മൾ വിട്ടു കൊടുക്കേണ്ട വന്നു. ഡാഡി കിടക്കുന്ന ഒരു കുഞ്ഞു മുറിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും കൂടിയും കിടക്കാനുണ്ടായിരുന്നത്. അതിൽ ഇവരുടെ തുണികൾ വെക്കണം, മരുന്ന് വെക്കണം. അതിലൂടെയാണ് ഞങ്ങളുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അങ്ങോട്ടും മാറണമെങ്കിൽ തന്നെ റൂം ലോക്ക് ചെയ്തിട്ടൊക്കെ പോകണം. ഇടയ്ക്കെങ്ങനെ റൂം ലോക്ക് ചെയ്ത് ഞങ്ങളുടെ ബുക്സ് പോലും ഇവർ കീറിക്കളയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ PUC പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോകേണ്ട സമയത്ത് മമ്മി ചിലപ്പോൾ പറ്റുവാണെങ്കിൽ രാവിലെ എനിക്കൊരു ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ച് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് മാറി എടുക്കാൻ വരുമ്പോൾ ചിലപ്പോൾ അവിടെ കാണത്തില്ല. അത് ആരാണ് പേഷ്യൻ്റ് എടുത്ത് കഴിക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ കോളേജിൽ പോകുമ്പോൾ സമയത്ത് പട്ടിണി പോയിട്ടുണ്ട്. റൂറൽ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഫുഡൊന്നും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതില്ലായിരുന്നു. അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഗ്രേറ്റ് സർവീസാണ് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവരാരും ഫോഴ്സ്ഫുള്ളി ഞങ്ങളോട് പറഞ്ഞില്ല ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞില്ല. നല്ല പണിയാണ്, നല്ല വർക്കാണ് നമ്മൾ ചെയ്യുന്ന, ദൈവത്തിന് ചെയ്യുന്ന കണക്കാണ്. അതങ്ങനെ പഠിപ്പിച്ചതാണ്. പിന്നെ കുഞ്ഞിലെ ഡാഡി ഇങ്ങനെ സ്റ്റോറീസൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന ഒരു ബോധ്യം എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇതിലങ്ങ് ഇൻവോൾവ് ആയി. എങ്ങനെ ഇവരുടെ വ്രണം കഴുകാനോ ഒന്നും മടിയൊന്നും ഇല്ലായിരുന്നു. എത്ര പേരെ ഒരു ദിവസം കുളിപ്പിക്കാൻ പറ്റും, എത്ര പേരുടെ തുണി അലക്കാൻ പറ്റും, അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളൊരു കൗണ്ട് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഓരോ പുതിയ പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ ഒരു ചേഞ്ചസും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവുമായിരുന്നു. ഇത് തന്നെ ഇൻവോൾവ് ആയി അങ്ങനെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. പഠനത്തേക്ക് ഇതുവരെ ഞാൻ നേരത്തെ പഠനത്തൊക്കെ ബാധിച്ചിരുന്നു? കാരണം പഠിക്കാൻ സമയം കിട്ടിയിരുന്നു? അല്ലെങ്കിൽ ഇത് മാനസരോഗികളാണ്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് സൗണ്ട് എടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ വീടൊക്കെ വളരെ വൃത്തികേടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സ്മെല്ല് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിജീവിച്ചു? പഠിക്കാൻ സത്യമായ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞങ്ങളെല്ലാം ഹോസ്റ്റലിലേക്ക് മാറി. പക്ഷേ എൻ്റെ PUC എഡ്യൂക്കേഷൻ സമയത്തൊക്കെ എനിക്ക് നല്ലതായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടി. എനിക്ക് പറ്റിയല്ലായിരുന്നു ഇവിടെ.
അപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കും എനിക്ക് ഒത്തിരി ഹെവി ബേർഡൻ ആണ് ഇത് പഠിക്കാനൊക്കെ എന്ന് ഓർക്കും. സൊസൈറ്റിയിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ മാനസികരുടെ കൂടെ കഴിയുന്നവർ അങ്ങനെയെന്ന് ഓർക്കും. പക്ഷേ ഫസ്റ്റ് ഡാഡിക്ക് അവാർഡ് കിട്ടി ഞാൻ പഠിച്ച കോളേജിൽ നിന്ന്. ഫസ്റ്റ് ഡാഡിനെ റെക്കഗ്നൈസ് ചെയ്തത് ഞാൻ പഠിച്ച PU കോളേജ്, മുണ്ടാജ് ജൂനിയർ കോളേജ് എന്നൊരു കോളേജായിരുന്നു. അതൊരു ബിഡേ എന്ന് പറഞ്ഞ ഒരാളുടെ ട്രസ്റ്റാണ്. അവർ രണ്ടായിരുന്നു ഫസ്റ്റ് റെക്കഗ്നൈസ് ചെയ്ത്. പക്ഷെ അന്ന് ഫംഗ്ഷന് ഞാൻ പോയില്ല, ഞാനിതിവിടെ ഷെയർ ചെയ്തില്ല. അന്ന് ഫംഗ്ഷന് പോയില്ല, എനിക്ക് മടി അന്ന്, ബിക്കോസ് ഇങ്ങനെ ഒരു ആശ്രമം നടത്തുന്ന സ്ഥലമല്ല. അന്ന് ഞാൻ പോയില്ലായിരുന്നു. പക്ഷെ അത് ഞാൻ നെക്സ്റ്റ് ഞാൻ സ്കൂളിൽ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും ഇത് ഭയങ്കര പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട്. അത് ലെക്ചേഴ്സ് എല്ലാം പ്രൈസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. എന്നെ കാണുന്നതാണെങ്കിലും നല്ലൊരു വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്നവരാന്നുള്ളൊരു റെക്കഗ്നിഷൻ കിട്ടിയായിരുന്നു എനിക്ക് അപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഒരു വാല്യൂ മനസ്സിലായത്. ഞാൻ സുഭാഷ്, ഡാഡ് രണ്ടാമത്തെ മോനാണ്. തുടങ്ങിയ സമയത്ത് ഒരാളുണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരി ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പുള്ളിക്കാരി പേര് യശോദയായിരുന്നു. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് നമുക്ക് എഡ്യൂക്കേഷനും അങ്ങനെയൊക്കെ കുറച്ച് പഠിപ്പിച്ച് തരാൻ എഡ്യൂക്കേഷനുള്ള പുള്ളിക്കാരത്തിയായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാംഗ്ലൂർ പഠിക്കാൻ പോയി. പിന്നെ വരുന്ന സമയത്ത് ഇവിടെ കുറേ ആൾക്കാരായി. പിന്നെ നമുക്ക് കിടക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. ഞാനൊക്കെ പുറത്തിങ്ങനെ അവിടേക്ക് കിടന്നുകൊണ്ടിരുന്നത്, ഷെഡൊക്കെ ആക്കിയിട്ട് അവിടെ കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ ഇൻവോൾവ് ആയി, ഓട്ടോമാറ്റിക്കലി നമ്മളത് ഇൻവോൾവ് ആയി. അപ്പോൾ ഫുള്ളായിട്ട് അതിനകത്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗുഡ് ജോബ്. ഡാഡ് ചെയ്തത് ഏറ്റവും നല്ല ജോബാണ്. ആ ജോബ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോകണമെന്ന് ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ കുറച്ച് ഇൻവോൾവൊക്കെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റി കുറച്ചിട്ട് ഇവരുടെ ഒരു ഫോക്കസ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം പറയുന്നത്. നൈസ് ജോബ്. ഞാനിവിടെ വരുമ്പോഴേ ഇതിവിടെ നട്ട് വളർത്തി വലുതായി നിൽക്കുന്ന ഒരു മരമാണ്. അപ്പം ഇനിയുള്ള മുന്നോട്ട് ദൈവം അനുവദിച്ചാൽ ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് നടത്തും. താങ്ക് യു. എൻ്റെ ആങ്ങളെയാണ് പൗലോസ്. ഞാനിവിടെ ഈ ആശ്രമം തുടങ്ങി മക്കളെ കൊണ്ടുവന്ന ഒരു 35 മക്കളായതിനു ശേഷമാണ് ഞാനിവിടെ വന്നത്. ജീവിതത്തിൽ കുറച്ച് പരാജയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ആങ്ങളെ വീട്ടിൽ വന്നപ്പം ആങ്ങളയോട് പറഞ്ഞ് വിഷമിച്ചു. അന്നേരം ആങ്ങളെ പറഞ്ഞു, നീ എന്തിനാണ് വിഷമിക്കുന്നത്, നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യാം, അപ്പോൾ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. ആദ്യമൊന്നും വരുമ്പോൾ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ പരിസ്ഥിതിയെല്ലാം കണ്ടപ്പോൾ ഈ മക്കൾ മൊത്തത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം ഓടി നടക്കുകയും എല്ലാം അലങ്കോലമാക്കി ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ നാത്തൂൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി, ഇതെന്താ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് ആങ്ങളാ, ഇതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, ഇനി എൻ്റെയൊക്കെ മക്കൾ വന്നാൽ എവിടെ നിൽക്കും, അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്വാർത്ഥത മാത്രമാണ്, പറയുമ്പോൾ സത്യം തന്നെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ആങ്ങളുടെയും നാത്തൂൻ്റെയും കൂട്ടത്തിൽ അവർ ചെയ്യുന്നത് കണ്ട് ശുശ്രൂഷയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതെല്ലാം ഈസി ആയിട്ട് തോന്നി, ഈ ചെയ്യുന്നത് നല്ലതായിട്ട് തന്നെ തോന്നി. എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ ആങ്ങളെ ഇങ്ങനെ മക്കളെ കൊണ്ടുവന്ന് വളർത്താനും ദൈവവേല ചെയ്യാനും ഒരുങ്ങിയപ്പോൾ ഈശോയോട് ഒന്ന് ചോദിച്ചായിരുന്നു, എൻ്റെ ആങ്ങളെ നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ദൈവമേ എനിക്കും അതിൽ കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പിന്നീട് അതെല്ലാം ഒരു ഈസി ആയിട്ട് ഞങ്ങൾക്കൊരു മണവോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ മക്കളെയും ഒരുപോലെ നോക്കാനും കാണാനും പ്രാർത്ഥിക്കാനും പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ഒന്നും ഒരു ചിന്തയില്ല, കുടുംബം വേണമെന്നോ മക്കൾ വേണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും വേണമെന്നില്ല, ഈ മക്കളുടെ സേവനം ചെയ്യുക, അത് മാത്രമായിരുന്നു ലക്ഷ്യം. ഒപ്പം ആങ്ങളുടെ 4 മക്കൾ കൂടുമായിരുന്നു, പെങ്ങളുടെ മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സന്തോഷവും സമാധാനവും ഇതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഈശോയുടെ കൃപയുടെ മേൽ കൃപ ഉണ്ടായിരുന്നു. പിന്നെ ആങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ഒഴിവില്ലാതെ, രാത്രിയില്ല പകലുമില്ല, അതിൻ്റെ 12 മണി രാത്രി 1 മണി രാത്രിക്കെല്ലാം കൊന്തയെടുത്ത് കൈ പിടിച്ചിട്ട് ഒരു കയ്യിൽ കൊന്ത പിടിച്ച് കൊന്ത ചെല്ലും, ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കും. അങ്ങനെ പോയി 2 കൈ നീട്ടി വിഷാടനം ചെയ്ത് കൊണ്ടുവന്നാണ് ഈ മക്കളെ പോറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം മുന്നോട്ട് പോകാമെന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും സന്തോഷവും സമാധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പേര് ദേവസ്യ എന്ന്. ഞാൻ അച്ഛൻ്റെ പെങ്ങളുടെ മൂത്ത മകനാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ 1982 തൊട്ട് ഇവിടെ ആശ്രമം തുടങ്ങിയെന്ന് തന്നെ പറയാം. 82 ഞങ്ങളുടെ അമ്മ മരിച്ച പിന്നെ ഞങ്ങൾ ഓർഫാനാകുന്ന ഒരു കാലഘട്ടം വന്നപ്പം അമ്മായി തന്നെയാണ് ഞങ്ങൾ 4 മക്കളെ, ഞാനും 3 അനിയന്മാരും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി, ഞങ്ങളെ വലുതാക്കി പഠിപ്പിച്ച് ജോലി വാങ്ങി തന്നു. ഇവിടെ തന്നെ എൻ്റെ വിവാഹവും നടത്തി.
അങ്ങനെയാണ് കഴിഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പം ഞാനും ഇവരുടെ കൂടിയിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ ഒത്തിരി പേര് മക്കൾ ഇവിടെ വന്നിട്ട് സുഖം പ്രാപിച്ച് പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നും. അതിൻ്റെ സംതൃപ്തി വേറെ തന്നെയാണ്. അത് ദൈവകൃപ കൊണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിന് മുകളിൽ ദൈവകൃപ ഉണ്ടെന്ന് തന്നെ പറയാം. 1999 ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരാശയം ഇവിടെ ഈ ഒരു വീട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അന്ന് ഈ മാതാപിതാക്കളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഈ മക്കൾ ഇപ്പോഴും ഈ ഒരു സ്ഥാപനത്തിനോട് ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും ഈ ഒരു ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു പുൽക്കൂട് അനുഭവം നമുക്കായി മാറുകയാണ്. അന്ന് ഈശോയ്ക്ക് പിറക്കാനായിട്ട് സത്രങ്ങൾ തേടി അലഞ്ഞ് ഇടം കിട്ടാതെയായപ്പോൾ പുൽക്കൂടിൽ അഭയമായതുപോലെ കഴിഞ്ഞ 26 വർഷമായിട്ട് 4000-ത്തിലധികം രോഗികൾക്ക് ആരോരുമില്ലാതെ വഴിയോരങ്ങളിൽ നടന്നിരുന്ന രോഗികൾക്ക് ഒരു അഭയമാകാനായിട്ട് ഈ ഒരു ഭവനവും നമ്മൾ ഇരിക്കുന്ന ഒരു ഇടവും ആയിത്തീർന്നു. ഇന്നതിൽ പന്തലിച്ച് ഒരുപാട് പേർക്ക് ആശ്രയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു യഥാർത്ഥ പുൽക്കൂട് അനുഭവമാണ് ഈ ഒരു ഭവനത്തിലെ ഈ കുടുംബാംഗങ്ങളെല്ലാവരും നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിച്ചു തരുന്നത്.